ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് അയിലക്കറി വെക്കുന്നത്. അപ്പോൾ ഞാനതെല്ലാം മുറിച്ചിട്ട് മഞ്ഞളും മുളകും ഉപ്പെല്ലാം പെരക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അയില ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഇവിടെ വെച്ചിട്ടുണ്ട്. ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ: തക്കാളിയുണ്ട്, കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട്. പുളി ഇതാ പീഞ്ഞെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഇതാ അരച്ച് വെച്ചിട്ടുണ്ട്, ജീരകമെല്ലാം ചേർത്തിട്ട്. അപ്പോൾ നമുക്ക് മീനിൽ ആ പുളിയെല്ലാം ഒഴിച്ച് എന്നിട്ട് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം. നമ്മളിങ്ങനെയാണ് മീൻ വെക്കുന്നത്. എല്ലാവരും ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ വെക്കുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ വെക്കുക. അപ്പോൾ നമ്മൾ ആക്കുന്ന രീതിയിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് തീ കത്തിച്ചില്ല. ഞാൻ ഇതാ പുളിവെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാനിത് തീ കത്തിച്ച് അടുപ്പത്ത് വെക്കുന്നത്. ഇതിലേക്ക് തക്കാളി, ഉള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില ലാസ്റ്റ് കുറച്ചിട്ട് കൊടുക്കണം. ഇപ്പം ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി എല്ലാം ഇട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഇളക്കിയിട്ടൊന്ന് അടുപ്പത്ത് തീ കത്തിച്ചിട്ട് വെക്കാം. നമുക്ക് വെന്തതിൻ്റെ ശേഷം നമുക്ക് തേങ്ങ കലക്കി ഒഴിക്കാം. തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതൊന്ന് ആവട്ടെ. ഇതാ മീൻ ഫ്രൈ ഇവിടെ റെഡിയായി. ഇനി തീ ഓഫാക്കുന്നതാണേ. നമുക്ക് നമ്മളെ കറിയൊന്ന് നോക്കാം. നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചട്ടി അടക്കം നമുക്കൊന്ന് ഇളക്കി വെക്കണം. വീണ്ടും അടച്ചു വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന് കയ്യിൽ നിന്ന് കൊണ്ടൊന്ന് ഇളക്കി നോക്കട്ടെ. എന്നിട്ട് ഞാൻ തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. അപ്പോൾ ഈ തേങ്ങ അരച്ചതിൽ ലേശം കൂടി വെള്ളം ചേർക്കട്ടെ. ഇങ്ങനെയാണ് ഞാൻ വെള്ളം ചേർക്കൽ. നേരിട്ട് വെള്ളം അങ്ങനെ ചേർക്കില്ല. അപ്പോൾ ഇതാ ഇത്രയും കൊഴുപ്പിലാണ് ആക്കുന്നത്. അധികം വെള്ളമാക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാം. നമ്മൾ പിന്നെ മീനിന് വറുത്തിടില്ല, വെളിച്ചെണ്ണ ഉറ്റിക്കൽ മാത്രം. അപ്പോൾ ഇതാവട്ടെ. അപ്പോൾ ഇത് തിളക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഒരു ലേശം വെളിച്ചെണ്ണയും കൂടി ഉറ്റിക്കാം ലാസ്റ്റ് വാങ്ങാൻ നോക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമ്മളെ അടിപൊളി തേങ്ങ അരച്ച അയിലക്കറി ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടല്ലോ, സൂപ്പർ. കണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. കണ്ട, അടിപൊളി അയിലക്കറിയാണ്. കണ്ട. അപ്പം ഞാൻ തീ ഓഫാക്കുന്നതാണേ. ഓഫാക്കി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.